ഇതിലെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ചാമ്പ്യൻസ് ബോട്ട് ലീഗൊക്കെ തുടക്കമായി. അതിഗംഭീരമായ പോരാട്ടമായിരുന്നു നമ്മൾ കൈനീരി ആറ്റിൽ. അവിടെ വില്ലേജ് കൈനീരി കപ്പടിച്ചു. അവർക്ക് അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ. അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ ആയിട്ട് തുടർന്ന് പോയി. ഒരു 13 കളികളുണ്ട്, 12 കളികളും അങ്ങോട്ട് ഉണ്ട്. ഇനി കളികളൊക്കെ അത് വീറും വാശിയായിട്ടുള്ള കളികളാണ്. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കാനില്ല, പടയ്ക്കണം, കളിയും കാര്യങ്ങളും ഉഷാറായി വരണം. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നമ്മളെ സുഹൃത്തുക്കളോടും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടും നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരോടും ഞാൻ 25-ാം തീയതി ദുബായി പോവാണ്. ഇപ്പോൾ ഈ ക്യാമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ പെട്ടെന്നായി എല്ലാ കാര്യം തീരുമാനങ്ങൾ. അപ്പോൾ ഞാൻ പോണതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. പെട്ടെന്നായി എല്ലാ കാര്യങ്ങളും. അപ്പോൾ 3 കൊല്ലമായി BBC വേണ്ടി കളിക്കുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്നവരും ക്ലബിനെ ഇഷ്ടപ്പെടുന്നവരും കുറേ ആൾക്കാർ പേഴ്സണലായി മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ എല്ലാം ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ കൂടി ഉണ്ടാവുക. പോയിട്ട് വരാം എന്തായാലും. നമ്മുടെ PBCയുടെ ജേഴ്സി ഒക്കെ ഇട്ടിട്ടാ, ഫാൻസി ജേഴ്സി, കഴിഞ്ഞ കൊല്ലത്തെ ജേഴ്സി ഒക്കെ ഇട്ടിട്ടാ വീട്ടിലിരിക്കണത്. അപ്പം ഇനി കാര്യങ്ങൾ പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം. പെട്ടെന്നായി തീരുമാനങ്ങൾ. അപ്പോൾ 3 കൊല്ലം പള്ളാവരുത്തിക്ക് വേണ്ടി കളിച്ചു. എല്ലാ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കളിച്ച് വിജയങ്ങളായാലും തോൽവിയെല്ലാം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിനി സ്പോർട്സിന് ഇനി അടുത്ത കൊല്ലം കാണാനുള്ള ഒറ്റ ഒരു വിശ്വാസത്തോടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇനി ടിസ്റ്റുകളും കാര്യങ്ങളായിട്ട് ഇനി വരണമായിരിക്കും കേട്ടോ. അപ്പോൾ പോണൊരു ചെറിയൊരു വീഡിയോ. അപ്പോൾ സപ്പോർട്ട് ചെയ്തോളോ, കൂടെ പിടിച്ചോളോ. ഓക്കെ, കുട്ടി പോണതിൻ്റെ സങ്കടം ഉണ്ടോ സന്തോഷം ഉണ്ടോ നമുക്ക് നോക്കണ്ട, ചോദിച്ചു നോക്കാം. എനിക്ക് തോന്നണില്ല. ഞാൻ അല്ലോവട്ടം ആലപ്പുഴയൊക്കെ പോണ കാരണം ആൾക്ക് അങ്ങനെ സങ്കടമായിട്ടൊന്നുമില്ല. എന്നാലും ചോദിച്ചു നോക്കാം. പപ്പ പുറത്തേക്ക് പോവല്ലേ, അപ്പം സങ്കടം ഉണ്ടാ? പപ്പ ആലപ്പുഴ പോണല്ലേ, അപ്പം ഇങ്ങനെ എന്തിനാ സങ്കടം? ഇടയ്ക്കിടയ്ക്ക് ആലപ്പുഴ പോണല്ലേ, അതുപോലെ അല്ലേ ദുബായി പോണത്? സങ്കടം ഉണ്ടാ? എന്താ സംഭവം എന്ന് പറ, അവരൊക്കെ പറയും. എന്നിട്ട് പറയണേ ഡാൻസ് കളിക്ക്. ഒരു രക്ഷയില്ലട്ടാ, എന്താ പറയുന്നത് അവൾക്ക് മാത്രം അറിയാമല്ലോ. ആ പാട്ട് വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് കളിക്കുക. കളിയിലാണ് ആളെന്താ പറയുന്നത് ആൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ നമ്മൾ പെട്ടി കാര്യങ്ങളൊക്കെ ഒതുക്കിട്ടാ നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാട്ടാ. ഓക്കെ, അപ്പോൾ കൂടെ പിടിച്ചോളോ. പെട്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടാ. നമ്മുടെ ക്ലബിൻ്റെ പേര് മിഡ്ലാൻഡ് ഇതൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫുട്ബോൾ ജനിച്ച് വളർന്നപ്പോൾ കളിച്ച് വളർന്ന ക്ലബ്ബാണ് മിഡ്ലാൻഡ്. അത് ഓർമ്മയിൽ എപ്പോഴും ഉണ്ട് ഏടാ, സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, അളിയ ബാപ്പ മാമ ആൻറ്റി എല്ലാവരും വന്നിട്ടുണ്ട്. ഹോട്ടലെത്തിട്ടാ നമ്മ എയർപോർട്ടിലെത്തി. ഇവിടെ പിള്ളേരെല്ലാവരും ഉണ്ട്. ഇവിടെ നിന്നൊരു രംഗമുണ്ട്, എൻ്റെ അമ്മോ എളുപ്പമല്ല അല്ലേ? ഇവിടെ നിന്നൊരു രംഗമുണ്ട് അല്ലേ? എളുപ്പമല്ല അല്ലേ? അങ്ങനെ ബോർഡിംഗ് പാസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗേറ്റ് 3 വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റ് നമ്മുടെ ദൈവനികരിച്ച് എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് പോണവർക്ക് വലിയ സംഭവം കേട്ടോ, എളുപ്പമല്ല, ചിന്തിക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. ട്രെയിൻ പോയി പരിചയമുള്ളൂ, ഫ്ലൈറ്റ് കയറിയിട്ടുള്ള എളുപ്പമല്ല. പിക്ക് ചെയ്ത് വണ്ടിയിൽ റൂമിലേക്ക് നടക്കാട്ടോ. അവിടെ റൂമിലേക്ക് നടക്കണത് അക്കൂടൊക്കെ നമ്മുടെ പിള്ളേർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ നടക്കാം. ഒരു രക്ഷയില്ലട്ടോ, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ടൈം വരുന്നവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത അനുഭവം തന്നെ. ഫുള്ള് വണ്ടികൾ വെച്ചാൽ ഫുള്ള് വണ്ടികൾ. ഒരു രക്ഷയില്ല, ഫുള്ള് ബിൽഡിങ്ങും വണ്ടികളും ഇത് മാത്രം. ഇതാക്കൂടോ വന്നപ്പോ എന്നെ പെട്ടി പൊട്ടിച്ചു തുടങ്ങി. പൊട്ടിക്കണ് ഇതന്നെ റൂം ഇതാട്ടാ, നല്ല റൂമാ.
നമ്മുടെ ഇക്കുണ്ട്. ഇക്കാരുടെ പേരെന്താന്ന്? അഷറഫ്. കറക്റ്റ് സ്ഥലം കോഴിക്കോട് കൊയിലാണ്ടി. ഇക്ക. പിന്നെ കുറേ ആൾക്കാർ അവിടെ കിടന്ന് ഉറങ്ങിണ്ടിട്ട നമ്മുടെ സെൽഫ്. അങ്ങനെ സുഹൃത്തുക്കളാണെങ്കിൽ ദുബായിലെത്തി. കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തി. ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ചെന്ന് നമ്മൾ ചായ കുടിച്ച് സെറ്റായി. നമ്മൾ റൂമിൽ ഒന്ന് റെസ്റ്റ് എടുത്തിരിക്കുക. നാളെ തൊട്ട് നമ്മൾ ഡ്യൂട്ടി കയറണം. നാളത്തെ കാര്യം ചിന്തിക്കാൻ പറ്റില്ല. നാളെ നമ്മൾ താഴ്ത്തങ്ങാടി കളിയുണ്ട്. അത് ഗംഭീരമായ പോരാട്ടമാണ് താഴ്ത്തങ്ങാടിയിൽ വരുന്നത്. ചാമ്പ്യൻസ് ബോട്ടിലിൻ്റെ രണ്ടാമത്തെ കളി. അവിടെ എന്താവും എങ്ങനെയാവുന്നൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. ഒന്നും പറയാനില്ല. എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസും കാര്യങ്ങളുണ്ട്. ഇനി ചാമ്പ്യൻസ് ബോട്ടിലേക്ക് ഞാൻ പറഞ്ഞ പോലെ അട്ടിമറി വിജയങ്ങളും കാര്യങ്ങളൊക്കെ വരണമായിരിക്കും. നമ്മൾ പരമാവധി നമ്മുടെ പേര് നിലനിർത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതിഗംഭീരമായ പെർഫോമൻസ് കാര്യങ്ങൾ കാഴ്ചവെക്കും 100% ഉറപ്പാണ്. അത് വേറെ കാര്യം. പിന്നെ അത് കഴിഞ്ഞ പിറ്റത്തെ കളി GBR കളി നമ്മുടെ ഗോതിരുത്ത് നെഹ്റു ട്രോഫി തന്നെ പറയും. അത് അതിഗംഭീരമായ പോരാട്ടമാണ് അവിടെയും കാണുന്നത്. അവിടെ താണിയൻ, ഗരുഡൻ, ഗോതിരുത്ത് പുത്രൻ, പുത്തമ്പറമ്പിലൊക്കെ ആയിട്ട് നല്ല നല്ല ടീമും. ബി ഗ്രേഡിൽ ചെറിയ പണ്ഡിതൻ, ഗോതിരുത്ത്, ഇവരൊക്കെ സബാസ്റ്റ്യൻ. അതിഗംഭീരമായ പോരാട്ടമായിരിക്കും അവിടെ. അപ്പോൾ അത് ഈ 2 ദിവസത്തെ കളി, നാളെയും മറ്റന്നാളത്തെ കളി ഒഴിച്ചുവിടാൻ പറ്റാത്ത കളിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി പെട്ടെന്ന് ഇവിടെ എത്തി. അതിൻ്റെ സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ദുബായ് കഥകളായിരിക്കും, മൊത്തം ദുബായ് കഥകൾ. അപ്പോൾ നിങ്ങൾ ഇത്ര നാൾ സപ്പോർട്ട് തന്നെ വളരെ നന്ദി. ഇനിയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചോളൂ. ഇനി ഇവിടുത്തെ വീഡിയോസായിട്ട് ഇനിയും കാണാനായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് മുന്നേ ബൈ. അപ്പോൾ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ കൂടെ പിടിച്ചോളൂ. ഓക്കെ, ബൈ.